നമസ്കാരം. സുരേഷ് ക്ഷേത്രമാണ്. വനയാത്രയിൽ പല കാഴ്ചകളും തരുന്നുണ്ട്. പക്ഷെ നമ്മൾ വനയാത്രയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വനങ്ങളിൽ ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുണ്ട്. വനത്തിൽ ഓരോന്നിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അച്ചൻകോവിൽ വനമേഖലയുടെ ഒരു ഭാഗത്താണ്. എന്റെ മുമ്പിൽ നിങ്ങളെ കാണുമ്പോൾ ഒരു ഉണങ്ങിയ മരമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ പറയുന്നത് ഈ ഉണങ്ങിയ മരം അപ്പോഴേ വെട്ടി തീയായിരിക്കും. പക്ഷേ വനത്തിൽ അങ്ങനെയല്ല. വനത്തിൽ ഓരോ ജീവികൾക്കും ഓരോ സസ്യജാലങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. ഒന്നിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയാം. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകും. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു മരുതിമരത്തിന്റെ മൂടാണ് നിൽക്കുന്നത്. ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിന്ന മരമാണ്. കൊമ്പുകളൊക്കെ ഒടിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ചെതൽ പിടിച്ചിട്ടുണ്ടോ. ഇതിന്റെ ഓരോ പോളയും മണ്ണിലേക്ക് കടന്ന് വീണോണ്ട് ചിതലും മറ്റുള്ള ചെറിയ ചെറിയ ജീവികളും ഒക്കെ തിന്ന് ഇത് മണ്ണിലേക്ക് ചേരും. ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് ഈ വനത്തിന്റെ പ്രത്യേകത അതാണ്. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഈ മരത്തിന്റെ അവസാന ഭാഗം വരെ മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. അതിൽ നിന്നും മറ്റൊന്നുണ്ടാകും. അല്ലെങ്കിൽ അതിന്റെ സ്ഥലത്ത് വിത്ത് വീണ് വേറൊന്ന് കിളിക്കും, പോച്ച ഉണ്ടാകും, അതിൽ വള്ളിപ്പടർപ്പുകൾ ഉണ്ടാകും. അപ്പോൾ ഈ വനത്തിൽ എല്ലാം പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളാണ്. മറ്റു മൃഗങ്ങൾ പിടിച്ച് തിന്നതിന് ശേഷം ഉപേക്ഷിക്കുന്ന മറ്റുള്ള അവശിഷ്ടങ്ങൾ, ഇതെല്ലാം മറ്റൊന്നിന് സമമായി പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ മരത്തിന്റെ ശിഖരങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ തന്നെ അത് ഭൂമിയിൽ മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്ന് മറ്റൊരു മരത്തിനോ മറ്റൊരു ചെടിക്കോ അല്ലെങ്കിൽ മറ്റു പുല്ലുകൾക്കോ വളമായി മാറുകയാണ്. ചെതിരുകൾക്ക് ആഹാരമായി മാറുകയാണ്. അങ്ങനെ ചംക്രമണമാണ് വനത്തിൽ നടക്കുന്നത്. പരസ്പര പൂരകങ്ങളായ ഒന്നാണ് വനത്തിലെ കാഴ്ചകൾ. അപ്പോൾ വനയാത്രകൾ ചെയ്താൽ പോരാ, വനത്തിനെ അറിഞ്ഞ് യാത്ര ചെയ്യണം. വനം എന്തെന്ന് മനസ്സിലാക്കണം, വന്യജീവി എന്തെന്ന് മനസ്സിലാക്കണം, പരിസ്ഥിതി എന്തെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ അറിവുകൾ പകരാൻ കൂടിയാണ് എൻ്റെ വനയാത്ര. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.